ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. രോഹിത് ശർമ്മയും ഗില്ലും പുറത്ത്. കരുതലോടെ കോഹ്ലി ബാറ്റിംഗ് തുടരുന്നു. വിജയിച്ചാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം. പരാജയം ഏറ്റുവാങ്ങിയാൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ പുറത്താകും. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, രോഹിത് ശർമ്മ പുറത്തായി, നല്ല മികച്ച ഫോമിലുണ്ടായിരുന്ന ഗില്ലും പുറത്തായത് ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് ഒരു തരത്തിൽ നോക്കിയാൽ. പക്ഷേ കരുതലോടെ ക്രീസിൽ പിടിച്ചു നിൽക്കാൻ കോഹ്ലിക്കാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എറിഞ്ഞിടാൻ തക്ക വിധത്തിൽ കരുത്തോടെയാണോ ഇപ്പോൾ പാകിസ്ഥാന്റെ ബോളിംഗ് നിര പോകുന്നത്? അങ്ങനെ കരുത്തോടെ എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ തന്നെയാണ് കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം 28 ഓവറിൽ നിന്ന് 124 റൺസ് മാത്രം മതി ഇന്ത്യക്ക് വിജയിക്കാൻ. 2 വിക്കറ്റുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതിൽ 46 റൺസ് എടുത്താണ് ഗില്ല് പുറത്തായിരിക്കുന്നത്. രോഹിത് ശർമ്മ, നമ്മൾ കരുതിയിരുന്നത് പോലെ തന്നെ ഷഹീൻ ഷാ അഫ്രീദിയും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഒരു എൻകൗണ്ടർ, അതിൽ വീണ്ടും ഷഹീൻ ഷാ വിജയിച്ചിരിക്കുകയാണ്, രോഹിത്തിനെ ബൗൾഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലും ഷഹീൻ ഷാ അഫ്രീദി വിജയിച്ചു. മാത്രമല്ല അടുത്തതിൽ ഗില്ല് ഔട്ടാകുന്നത് അബ്രാർ അഹമ്മദിന്റെ ബദലാണ്. അപ്പോൾ ഈ 2 വിക്കറ്റുകൾ മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിലവിൽ കോഹ്ലി വളരെ കരുതലോടെ കളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രീസിൽ ശ്രേയസ് അയ്യറാണുള്ളത്. കോഹ്ലിയും ശ്രേയസ് അയ്യറും തമ്മിലൊരു വലിയ പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. 120 റൺസോടെയാണ് വേണ്ടത്. അതിൽ 28 ഓവറോളം ഇന്ത്യക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നിലവിൽ ഇപ്പോഴും പിറകിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഏകദേശം ആവശ്യമുള്ള റൺ റേറ്റ് 4 റൺസ് മാത്രമാണ് ആവശ്യമുള്ളത് ഒരു ഓവറിൽ. അപ്പോൾ വളരെ കരുതലോടെ തന്നെ ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ മത്സരം ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഗില്ലും രോഹിത്തും ഔട്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും നിലവിൽ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ്. അതിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ മത്സരവും വിജയിക്കുക. അങ്ങനെയെങ്കിൽ 2-0 കൂടി തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്താവുകയും ചെയ്യുന്നു. അവരാതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയേണ്ടത്. അതിൽ ഇപ്പോൾ കോഹ്ലിയും ശ്രേയസ് അയ്യറുമാണ് ക്രീസിൽ നിൽക്കുന്നത്. ഒരു വളരെ കംഫർട്ടബിൾ പൊസിഷനിൽ ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ആശങ്ക എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം 120 റൺസ് മാത്രമാണ് വിജയിക്കാൻ ഇനി വേണ്ടത്. അതിൽ 28 ഓവറോളം ബാക്കിയുമുണ്ട്. കോഹ്ലി അർദ്ധ സെഞ്ചുറിയിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കോഹ്ലി നമുക്കറിയാം 3-ാം ഏകദിനത്തിലാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത്, ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നതിന് ശേഷം ആദ്യ ഇന്നിംഗ്സിൽ 21 റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയോടുകൂടി തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചാൽ അത് കോഹ്ലിക്ക് വളരെയധികം ഗുണകരമാവും. മാത്രമല്ല കോഹ്ലി ഒരു റെക്കോർഡും കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. 14,000 ഏകദിന റൺസും കൂടി കോഹ്ലി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഓടുകൂടി തന്നെ. അപ്പോൾ ഇനി മുന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 18,000-ഓളം റൺസിന്റെ റെക്കോർഡ് മാത്രമാണ് മുന്നിലുമുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കോഹ്ലിക്കും ആ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കോഹ്ലി ബാറ്റ് വീശുന്നത്. കൂട്ടത്തിൽ ശ്രേയസ് അയ്യറും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്നത്തെ മത്സരം ഇന്ത്യ വിജയിക്കുമായിരിക്കും. തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്കയ്ക്ക് ഒരു തരി പോലും സാധ്യതയില്ല, സാഹചര്യമില്ല എന്നുള്ളതാണ് സന്തോഷകരം.